ഹലോ ഗൈസ്, വെൽക്കം ടു ദ ബിഗ് സ്ക്രീൻ അപ്ഡേറ്റ്സ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആവേശം മൂവിനെ കുറിച്ചാണ്. ആവേശം മൂവി 100 കോടി തികഞ്ഞിരിക്കുകയാണ്. അത് ഒഫീഷ്യലായിട്ടുള്ള കാര്യമാണ്. ഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്ന് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോളിവുഡിൻ്റെ 7ാമത്തെ 100 കോടിയും അതുപോലെ തന്നെ 2024 4ാമത്തെ 100 കോടിയാണ് ആവേശം. എന്തായാലും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വമ്പൻ ഹിറ്റ് തന്നെയാണ് ആവേശം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇനിയും കോടികൾ എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സോറോ എന്ന് പറയുന്ന ഒരു മൂവി റിലീസ് ആവുന്നുണ്ട് മോളിവുഡിൽ നിന്ന്. അതെന്താവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതെന്തായാലും സ്ക്രിപ്റ്റഡ് ആൻഡ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ചാളിയാർ രഘു ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ റിലീസ് ആയിട്ടുണ്ട്. ആ മൂവിനെ പറ്റിയുള്ള എന്തായാലും വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല. എന്നാലും അത് എന്ത് സിനിമയാവുമെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ മാത്രമാണുള്ളത്. അതുപോലെ തന്നെ തമിഴിൽ നിന്ന് റഹ്നേഷ് സംവിധാനം ചെയ്യുന്ന സാമിയാൻ്റെ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് റിലീസ് ഡേറ്റ് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് റിലീസ് ചെയ്തിട്ടുള്ളത്. മെയ് 23 വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത് സാമിയാൻ. എന്തായാലും തമിഴിൽ ഇപ്പോൾ വളരെ ശോകം സിനിമകൾ വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. അതുപോലെ തന്നെ വലിയൊരു അപ്ഡേറ്റ് ആണ് പുഷ്പ ദ റൂൾ എന്ന് പറയുന്ന ടീമിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പുഷ്പയുടെ ഫസ്റ്റ് സിംഗിളിൻ്റെ പ്രൊമോ ടുമാറോ വരുന്നുണ്ട്. അതെന്തായാലും 4/5 വരുന്നത്. PM ആണ്. അതെന്തായാലും ഒരു തീപ്പൊരി പ്രൊമോ തന്നെയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സുകുമാർ അത്ര എഫേർട്ടും അത്രയും കോടികൾ മുടക്കിയിട്ടാണ് ആ ഒരു പ്രൊമോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും ബഡ്ജറ്റിൽ വരുന്ന പ്രൊമോയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത് അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പുഷ്പയിൽ തന്നെ സാമന്തിയൊക്കെ വന്ന് തകർത്താടി പോയതാണ്. അപ്പോൾ പുഷ്പ ആ ഒരു പ്രൊമോയ്ക്ക് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ്. വേറൊരു ദിവസം നമ്മുടെ ഹിന്ദിയിൽ നിന്നാണ് തകരപ്പാട്ടയായി കൊണ്ടിരിക്കുന്ന ഹിന്ദി ഇൻഡസ്ട്രിയിൽ നിന്നാണ് വരുന്നത്. ബജ്രംഗി ഭായ്ജാൻ 2 വരുന്നുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റഡ് ഏകദേശം കംപ്ലീറ്റ് ആയി എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഷൂട്ടിംഗ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കബീർ ഖാൻ എന്തായാലും ഇപ്രാവശ്യം ആ സീക്വൽ ഡയറക്റ്റ് ചെയ്യാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ബജ്രംഗി ഭായ്ജാൻ 2 ആര് ഷൂട്ട് ചെയ്യും എന്നുള്ള ഒരു ഡയറക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. നമുക്ക് എന്തായാലും കണ്ടറിയാം. ബജ്രംഗി ഭായ്ജാൻ 2 വരുന്നവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു ഡയറക്ടർ ആരാന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പടത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്തായാലും ബജ്രംഗി ഭായ്ജാൻ പോലൊരു ഹിറ്റ് സിനിമയുടെ ആ ഒരു സീക്വലിന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിംഗ് ആണ്. നമുക്ക് എന്തായാലും കണ്ടറിയാം. ഇന്ന് റിലീസായിട്ടുള്ള ഏറ്റവും കോമഡി പോസ്റ്റർ എന്ന് പറയുന്നത് പത്നി പുരാണം എന്ന് പറയുന്ന സിനിമയുടെയാണ്. ബിഗ് ബോസിലെ ഗബ്രിയാണ് അതിൽ നായകനായിട്ട് എത്തുന്നത്. എന്തായാലും ആ ഒരു സിനിമയുടെ പോസ്റ്റർ റിലീസ് ആയിട്ടുണ്ട്. അതെന്താവുമെന്ന് കണ്ടറിയണം. അതുപോലെ തന്നെ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫഹദ് ഫാസിലിനെ കുറിച്ചിട്ടാണ്. പാൻ ഇന്ത്യൻ സ്റ്റാർ ഫഹദ് ഫാസിൽ. ഇനി നമ്മുടെ ഫഹദ് ഫാസിൽ പറഞ്ഞ ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫഹദ് ഫാസിൽ ഒരു ഹോളിവുഡ് മൂവിയുടെ ഒരു ഓഡീഷന് പങ്കെടുത്തിരുന്നു. അതായിരുന്നു ഫഹദ് ഫാസിലിന്റെ ആദ്യത്തെ ഓഡീഷൻ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഫഹദ് ഫാസിൽ ഇനി ഹോളിവുഡിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിയുടെ ക്യാരക്ടറും അതുപോലെ ആ ഒരു കാലിബറും നമുക്ക് എന്തായാലും അറിയാം. ഇന്ത്യയിൽ മൊത്തം ഫാൻസ് ഉള്ള ഫഹദ് ഹോളിവുഡിൽ പോയാൽ അവിടെയും കട്ടയ്ക്ക് പിടിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും ഉറപ്പുള്ളൊരു കാര്യമാണ്. എന്തായാലും ഇനിയും നല്ല നല്ല വേഷങ്ങൾ ഫഹദിനെ തേടി എടുത്തിട്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹോളിവുഡിലൊക്കെ പോയി കഴിഞ്ഞാൽ മലയാളത്തിന് വലിയൊരു അഭിമാനമാണ് ഫഹദ്. അതിന് ലാസ്റ്റ് ന്യൂസ് വരുന്നത് നമ്മുടെ ലാലേട്ടൻ്റെയാണ്. സ്വന്തം ലാലേട്ടൻ്റെ L36 അതായത് ലാലേട്ടൻ 360ാമത്തെ മൂവി. മോഹൻലാൽ അതിലൊരു ടാക്സി ഡ്രൈവറായിട്ടാണ് വരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് ചെയ്യുന്നതെന്നും ഒരു ന്യൂസ് വരുന്നുണ്ട്. അതുപോലെ ബിനു പപ്പു ഒരു ഓൺബോർഡ് ക്യാരക്ടറായിട്ട് ഉണ്ട് പടത്തിൽ. അപ്പോൾ എന്തായാലും തരുൺ മൂർത്തിയുടെ ആ ഒരു സിനിമ അതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് ഇനിയും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഓൺ ദ വേ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ന്യൂസിന് നമ്മളെ ഫോളോ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക.